സോഫേ മഴയൊക്കെയാണ്. മഴയൊക്കെയാണ്. അതിന് അതിന് അല്ല, ബെഡ്റൂമിലെ ചോർച്ചയുണ്ട്, ഒരു ബക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു. തോളെ തൂങ്ങി കിടക്കുന്നത് പടവലൊന്നല്ലല്ലോ, കൈ തന്നെയല്ലേ. അപ്പൊ ആ കൈ കൊണ്ട് എടുത്തിട്ടേ ആ പാത്രത്തിന്റെ അവിടെ വെക്കും കേട്ടോ. എല്ലാത്തിനും ഞാൻ വേണം. മഴയാണത്ര മഴ. ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് ഒരു വെക്കേഷൻ വന്നായിരുന്നു. അപ്പൊ ഞാൻ 100 വട്ടം പറഞ്ഞതാ എനിക്ക് കൊച്ചുങ്ങളെയും കൊണ്ടൊന്ന് സിനിമയ്ക്ക് പോണോന്ന്. അത് നിങ്ങൾ കാണിച്ചോ? നിന്നെ സിനിമ കാണിക്കാടി പോർക്കെ. എന്തുവാന്ന് എന്താ വിളിച്ചേ? പോർക്ക്. പോർക്ക് എന്ന് വെച്ചാ പന്നി. അപ്പൊ ഞാൻ പന്നി. അങ്ങനല്ല. പിന്നെ നീ സിനിമ കാണാൻ അല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ 4K സിനിമ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞേ. അപ്പൊ എല്ലാം 4K ആണല്ലോ. അത് എടി 4K. മറ്റേ പോർക്ക് തന്നെയല്ലേ? 4K. നിൻതുമ്പുക്കെ തീയിട്ട ചുരുൾ മുടിയിൽ എന്തുവാ? പിഴിയണോ? നമ്മൾ തമ്മിൽ പിരിയണോ? പിരിയണോ? അങ്ങോട്ട് മാറിക്കോ. നടക്കത്തില്ല. നല്ല മഴയും, രണ്ടെണ്ണം അടിക്കാൻ എന്താ ഒരു മാർഗം? ആർക്കെങ്കിലും ഒരു 1000 രൂപ ചോദിക്കാന്ന് വിചാരിച്ച ഇവളോട് ചോദിച്ചാൽ തരത്തില്ല. ഒന്ന് ചോദിച്ചു നോക്കാം. കെഞ്ചി ചോദിക്കാം. കെഞ്ചി ചോദിച്ചാൽ ഒട്ടും തരത്തില്ല. ആജ്ഞാപിച്ചാലോ? ശോഭ, എടി ഒരു 1000 രൂപ എടുത്തിട്ട് പാടി. ദിനേശ, 1000 രൂപ ഇല്ല. വലിയ ആജ്ഞ. ചേരാത്തൊരു ഗൗരവം പിടിച്ചോണ്ട് നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എടി ഒരു 1000 രൂപ കൊണ്ട് താടി എനിക്ക്. എന്റെ കയ്യിൽ 1000 രൂപ ഇല്ല. ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയിട്ടില്ല? അതപ്പൊ കഴിയട്ടേക്കല്ലേ, അതുകൊണ്ടായിരിക്കും ഉണങ്ങാത്ത. അതല്ലെന്ന്, പൈസ ഞാൻ പ്രിന്റ് അടിച്ചു വെച്ചേക്കാം. അത് ഉണങ്ങി കിട്ടിയിട്ടില്ല. എടി ഒരു 1000 രൂപ താടി ഞാൻ തരാം. ദിനേശേട്ടാ, 1000 എന്ന് പറഞ്ഞ എന്റെ കയ്യിലില്ലെന്ന്. വെളിച്ചാൻ പോകുന്ന 1000 ഉണ്ടാക്കാൻ നീ ആ അരിപ്പാട്ടല്ലേ നോക്ക്. ഹരിപ്പാട് പോയി ഞാൻ ആരോട് ചോദിക്കാൻ? അരിപ്പാട്ട് പോയി ചോദിക്കാനല്ലേ പറഞ്ഞു. നീ ഇങ്ങോട്ട് വന്നേ. അരിപ്പാട്ടയിൽ നീ കൈയിട്ട് നോക്ക്, അതിനകത്ത് പൈസ ഉണ്ടാവും. അരിപ്പാട്ടയിൽ പൈസ ഇല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പാട്ടയിൽ പോയി കൈയിട്ട് നോക്ക്. അത് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരിപ്പാട്ടയെ കൈയിട്ടപ്പോ എന്റെ കയ്യിലെന്തോ കടിച്ച്. നീ അരിപ്പാട്ടയ്ക്കകത്ത് എലിപ്പെട്ടി വെച്ചിരുന്നല്ലേ? കൈയിലാണോ നീരടിച്ച് 3 ദിവസം കൊണ്ടു നടന്നത്. അത് ഓർമ്മ വേണം. എല്ലാ ഭർത്താക്കന്മാർക്കുള്ള ഒരു പാടാ അത്. ജോഡി കാശ് 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 എന്തോ. എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ജംഗ്ഷനിൽ വെച്ച് ശാരിയെ കണ്ടായിരുന്നോ? അവളോട് സംസാരിച്ചെന്ന് എന്റെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ. നമ്മുടെ അയലത്തുകാരിയല്ലയോ? അവളോട് കുറച്ചേരം സംസാരിച്ച എന്താ കുഴപ്പം? എന്തുവാ ഈ 10 മിനിറ്റ് സംസാരിക്കാൻ? എന്തോ ആലോചിക്കുന്ന? എന്തുവാ എടി 10 മിനിറ്റത്തെ കാര്യമല്ലേ, 1 മിനിറ്റ് എനിക്ക് താ ആലോചിക്കണ്ടേ? അതായത് അവളുടെ ഭർത്താവ് അവൻ ഗൾഫിലായിരുന്നല്ലോ. അവനിപ്പോ വന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അവന് സുഖമാണോ? അപ്പൊ അവന് സുഖമാണെങ്കിൽ എന്നാണ് പോകുന്നത്? അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ സമയം. അത് പിന്നെ അയാളോട് ചോദിച്ചാ പോരെ? എനിക്കത് ഇഷ്ടമല്ല. നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് നമ്മുടെ മോൻ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമ്പോ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തത്. അത് ഇതോട്ടും തൊടി ബന്ധം. അച്ഛൻ കോഴിയായ പിന്നെ മോൻ മുട്ട വരുമ്പോ എനിക്ക് എന്തെങ്കിലും കൊണ്ട് പറയാൻ പറ്റും. പൊന്നെ കഷ്ടമുണ്ട്. നീ ഒരു 1000 രൂപ എടുത്താടി. എന്റെ കയ്യിൽ ഇല്ല ഇല്ല ഇല്ല. ഇതെന്നെ പറഞ്ഞോണ്ടിരിക്കണ 1000 വേണ്ടായിരുന്നു. ദിനേശ് ചേട്ടാ, എന്റെ കയ്യിൽ ഇല്ല. നീ പോയാ അത് കഴിയെടു. പിണങ്ങല്ലേന്ന്. വേണ്ട. ഞാൻ ഈ പിണക്കം മാറ്റൊരു പാട്ട് പാടിയാലോ? അതിന്റെ കാര്യം എന്തിന്? എനിക്കൊരു പിണക്കം ഇല്ലല്ലോ. അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? അതെ, ചേട്ടൻ മുന്നേ പറഞ്ഞില്ലേ മഴയൊക്കെ. ഞാൻ ഇപ്പഴാ അതേ കുറിച്ച് ആലോചിച്ചത്. മഴയൊക്കെ അല്ലേ. അതിന് ഞാനേ ഒരു ചിക്കൻ കറി അങ്ങോട്ട് വെച്ചാലോ? അതായിരുന്നു. ചേട്ടൻ എന്താ വിചാരിച്ചേ? ചിക്കൻ കറി അല്ലേ വിചാരിച്ചേ? എന്നോട് ഇരുന്നോ, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിട്ട് ഇപ്പൊ വരാം. എടി ഒരു 1000 രൂപ താടി. നിങ്ങൾക്ക് എന്തിനാ 1000 രൂപ? എന്തിനാ 1000 രൂപ? എന്തിനാ? അതൊരു ചാരിറ്റി ചെയ്യാനാണ്. ചായ കുടിക്കാനോ? ചായ കുടിക്കാനല്ല, ഒരു ചാരിറ്റി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് കള്ളം പറയരുതെന്ന്. കള്ളം പറഞ്ഞ് എന്റെ അടുത്തൊന്ന് കാശ് മേടിക്കരുത്. സത്യം പറഞ്ഞാ തരൂ? സത്യം പറഞ്ഞാ തരാം. 2 അടിക്കാനാ? തരത്തില്ല. ഇതാ സത്യം പറയാത്ത. നിങ്ങൾ വാട്ടാ, നിങ്ങക്ക് തരാ ഞാൻ. എടി ഒരു നിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1000 രൂപ മേടിച്ച് ഞാൻ അടിച്ചില്ലെങ്കിൽ എന്നെ പുല്ല്. എന്റെ ഫോണെന്തി? 1000 രൂപ കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. പ്രമോദിനെ ഒന്ന് വിളിക്കാം. ഹലോ ഹലോ.
ആടാ ഓ എടാ ഒരു 1000 രൂപ മറിക്കാനുണ്ടാവൂടാ. പിന്നെ മറിക്കാൻ പറ്റും, തിരിക്കാൻ പറ്റും, മടക്കി പോക്കറ്റ് ഇടാൻ പറ്റും. 1000 രൂപ വേണം. എന്റെ പൊന്നെന്താ 5 പൈസ ആയില്ല, അറിയാമോ? 5 പൈസ. എടാ പോങ്ങ, ഞാനേ ഒരു 1000 രൂപ എനിക്ക് തരാൻ പറ്റുമോന്ന് ഞാൻ ചോദിച്ചു. ശമ്പളമൊക്കെ വന്ന് കാണാം. എന്നാ ശമ്പളം വന്നില്ലെന്ന്. ശമ്പളം വരാത്തോണ്ട് ഡെയിലി ഗൂഗിൾ പേയിലെ ബാലൻസ് നോക്കാനാണ് എന്റെ പണി. എടാ ഒന്നുകൂടെ നോക്കടാ അത്. എന്നാ 5-6 ദിവസമായി. ഇനി നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ തെറി എഴുതി കാണിക്കും. അടേ 1000 രൂപ കിട്ടുന്നൊരു ഏർപ്പാടുണ്ട്. എന്താണെന്ന് പറ. ഒരു ഐഡിയ എന്ന് പറഞ്ഞാല് IPL ഉണ്ടല്ലോ. ഇല്ല, BPL ആണ് കാർഡ്. എടാ IPL എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ്. അതിനങ്ങനെയാണ് പറയണത്. പിന്നെ എന്താ ക്രിക്കറ്റ് പറ. ഇപ്പം IPL നടന്നല്ലോ. അപ്പൊ ബാംഗ്ലൂരും പഞ്ചാബും തമ്മിലാണ് കളിച്ചത്. പഞ്ചാബ് തോറ്റ്. അതിപ്പോ ഞാൻ ചെയ്ത്. അയ്യോ, നീ ഒന്ന് 1000 രൂപ കിട്ടേണ്ട ഒരു ഏർപ്പാട്, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കി. നമ്മൾ തമ്മിൽ വാത് വെച്ചു. നീ ബാംഗ്ലൂര്, ഞാൻ പഞ്ചാബ്. അപ്പൊ എന്റെ ഒരു 1000 രൂപ നിനക്ക് തരണം. വാത് വെച്ച പൈസ അത് എന്റെ ഭാര്യയോട് പറയണം. ആര് തോറ്റത്? എടാ ഞാൻ പഞ്ചാബ് തോറ്റ്. ഓക്കെ, കിട്ടൂല. നീ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞു എന്നെ ഇൻസൾട്ട് ചെയ്യണം. എന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഭാര്യ സഹിക്കത്തില്ല. അവൾ അപ്പോഴേ പൈസ എടുത്ത് തരും. പക്ഷെ അവൾ ഇൻസൾട്ട് ചെയ്യും, അത് വേറെ കാര്യം. അത് വിഷയമില്ല. വീട്ടുകാരിക്കാൻ കവരയിൽ നീ ഡെയിലി ഇറങ്ങണല്ലേ? പൈസ ഞാൻ മയ്യത്തോണ്ട് നീ ഇറങ്ങാറില്ല. മര്യാദക്ക് എന്റെ 1000 എന്തിലേക്ക് എന്റെ തനി സ്വഭാവം അറിയും. പുള്ളി പറയും ഈ സംഭവം IPL ഇല്ലേ? IPL നമ്മൾ ഇന്നലെ രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടത് അതിന്റെ ഫൈനലായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ പറയാം IPL കളി ഇന്നലെ നടന്നല്ലോ. അപ്പൊ നമ്മള് വാദം വെച്ച്. അപ്പൊ ഞാൻ ബാംഗ്ലൂര്, പഞ്ചായത്ത് അവസാനം തോറ്റല്ലോ. അവന് ടെൻഷൻ കയറുമ്പോഴേ അങ്ങനെ. അപ്പൊ ഞാൻ ബാംഗ്ലൂര്, യവൻ കഞ്ചാവ്. എനിക്ക് അപ്പോഴേ തോന്നി ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി. ഇവനെ സംസാരിച്ചു വന്നപ്പോ ഇവന്റെ കൺഗ്രാജുലേഷൻ സ്ലിപ്പ് അടിച്ചു. ഇവനെ നാക്കുടക്കി പോയി. അതെ, പഞ്ചാബ് പഞ്ചാബ് തോറ്റു. അപ്പൊ ഇയാള് വാദം വെച്ചപ്പോ ഇയാളുടെ ടീമാണല്ലേ പഞ്ചാബ്. അപ്പൊ ഇയാൾ എനിക്ക് 1000 രൂപ തരണം. ചോദിച്ചിട്ട് പൈസ തരുന്നില്ല. മര്യാദക്ക് പൈസ തരാൻ പറയാ. തരുമല്ലോ എന്ന് പറഞ്ഞാൽ തരാം. അല്ല ഇത് അതെ, മനുഷ്യനായി കഴിഞ്ഞാൽ അല്പമെങ്കിലും നാണം വേണം. നാണം. ഇയാൾക്ക് നാണമല്ലേ ചേച്ചി? അതിന് ഇയാൾക്ക് നാണം ഉണ്ടോ? എനിക്കൊരു കാര്യം ചെയ്യും. ഇങ്ങനെ അടുത്ത് ജോലിക്ക് പോയിട്ട് എനിക്ക് പൈസ കൊണ്ട് തരാൻ പറയാ ചേച്ചി. അതിന് ഇയാൾ എവിടാ ജോലിക്ക് പോകുന്നു? അതെ, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ വാക്ക് പറഞ്ഞ വാക്കിന് വില വേണം. വാക്കില്ലാതെ ഒരു ഉളുപ്പില്ലാതെ ഇയാൾക്ക് നാണമല്ലേ പറയാ ചേച്ചി? എന്റെ പൊന്നനിയാ, ഇയാൾക്ക് എവിടെ വാക്കിന് വില ഇരിക്കണം? നീ ഇത് കേക്കണം. കല്യാണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു നമുക്ക് ജടായു പാറ കാണാൻ പോവാന്ന്. ഇയാള് 8 കൊല്ലായിട്ട് ഇവിടെ പാറ പോലെ ഇരിക്കാന്നല്ലാതെ